Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Can you sit the നോക്കിയോ എല്ലാവരും? നോക്കിയോ? ഓക്കെ ആണോ? നമ്മള് എംപ്ലോയി സെക്യൂരിറ്റി അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത് മിസ്? അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു അല്ലേ? അല്ലേ? എല്ലാവരും ജോയിൻ ചെയ്തോ? 24 പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്? 4 തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ പറഞ്ഞു അല്ലെ? നമ്മ എന്താണ് നോട്ട് വർക്ക്ഡ്, നമ്മ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഇതിനുള്ള പേയ്മെന്റ് ലഭിക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇരട്ടി, ഒന്നിൽ ഡബിൾ ചാർജോ. എക്സാം ഡേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ, ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് തീർന്നോ? കഴിഞ്ഞോ? ആകെ ഒരു ചാപ്റ്റർ തീർന്നിട്ടുള്ളൂ അല്ലെ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഈ ചാപ്റ്റർ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മുടെ പോർഷൻ ഒക്കെ തീരട്ടെ, ഒരുവിധം ആവട്ടെ, അപ്പോഴേക്കും എക്സാം ഡേറ്റ് ഒക്കെ പറയൂ കേട്ടോ. അപ്പൊ എന്താണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്? നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് പേയ്മെന്റ് ലഭിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ അഡീഷണൽ പേയ്മെന്റ് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്സുകൾ അതൊക്കെ എന്താണ്? ഹോളിഡേ പേ, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, പെയ്ഡ് വെക്കേഷൻ അല്ലെ? 4 തരത്തിലുള്ള ബെനിഫിറ്റ്സുകളാണ് വരുന്നത്. നെക്സ്റ്റ് എംപ്ലോയി സെക്യൂരിറ്റി അല്ലെ? അതിലെ എന്താണ് ഫസ്റ്റ് എന്താണ്? എ ഫീലിംഗ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഇൻസെക്യൂരിറ്റി, ഡിസ്റ്റർബൻസ്, പീസ് ഓഫ് മൈൻഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് എനി ഇൻഡിവിജ്വൽ അല്ലെ? നമുക്കൊരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി, സുരക്ഷിതമില്ലായ്മ തോന്നുകയാണെങ്കിൽ എന്താണ്? നമുക്കൊരു മനസ്സമാധാനം അല്ലെ? പിന്നെ എന്താണ്? നമ്മൾ ചെയ്യുന്ന വർക്കിനോട് ഒരു സാറ്റിസ്ഫാക്ഷനെ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് therefore in the interest of any organization. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷന് എന്താണ്? നമ്മുടെ എംപ്ലോയീസിനും എംപ്ലോയീസിന്റെ ഫാമിലിക്കും എന്താണ്? ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ സെക്യൂരിറ്റി കൊടുക്കുന്നതിൽ താല്പര്യം നൽകുന്നുണ്ട് അല്ലെ? പിന്നെ നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, there are provision in Indian laws which provide income security to employees, such as Payment of Wages Act 1936, Minimum Wages Act 1948, and Payment of Bonus Act 1965. എന്താണ് നമ്മുടെ ഇന്ത്യൻ ലോസില്, ഇന്ത്യൻ നിയമങ്ങളില് ജീവനക്കാർക്ക് വരുമാന സുരക്ഷ നൽകുന്ന പ്രൊവിഷൻസ് ഉണ്ട്, വ്യവസ്ഥകളുണ്ട്. അത് ഏതെല്ലാമെന്ന് വെച്ചാൽ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് അല്ലെ? എന്താണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടില് അത് വന്നത്, നിലവിൽ വന്നത് 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിൽ പറയുന്നത് നമുക്ക് എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ, പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ നമുക്ക് വേജസ് ലഭിക്കുന്നുണ്ടോ? ഒരു ഓർഡറിൽ അല്ലെ? ഒരു ഓർഡറിൽ എന്താണ്? ഒരു നിശ്ചിത ഇടവേള, കൃത്യമായ ഇടവേളകളില് എന്താണ്? അനധികൃത
എന്താണ് കിഴിവുകളില്ലാതെ നമ്മുടെ വേജസ് ബേസിക് പേ ഇത്രയാണെന്ന് പറഞ്ഞാല് അതിലെന്തെങ്കിലും റിഡക്ഷൻ നടത്തുന്നുണ്ടോ അവര്? ബേസിക് പേ ഇല്ല അല്ലെ? അപ്പൊ അനധികൃത കിഴിവുകളില്ലാതെ എന്താണ് നമുക്ക് വേജസ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു ലോ ആണ്, ഒരു ആക്ട് ആണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഇപ്പൊ എന്താണ് നമുക്ക് വൈകിയ പേയ്മെന്റുകളിൽ ചില കമ്പനികളിൽ എന്താണ് നഷ്ടത്തിൽ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേ നമുക്ക് പേയ്മെന്റിൽ ഡിലേ വരാറുണ്ട് അല്ലെ? വൈകിയ പേയ്മെന്റിലെ സാലറി കിട്ടാൻ 2-3 മാസത്തെ സാലറി ഒക്കെ പെൻഡിങ്ങിൽ വരുമല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ വൈകിയ പേയ്മെന്റുകൾ അല്ലെങ്കിൽ അമിതമായ നമ്മുടെ ബേസിക് നമ്മുടെ സാലറിന്ന് അമിതമായ കിഴിവുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ന്യായമായ തൊഴിൽ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വേജസ് പിടിച്ചു വെക്കാം, കുറച്ച് നാളത്തേക്ക് എന്താണ് പിടിച്ചു വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ വേജസിൽ നിന്ന് നമ്മുടെ സാലറിയിൽ നിന്ന് കുറച്ച് പേയ്മെന്റ് അവർ എന്താണ് അമിതമായി കിഴിവുകൾ പറഞ്ഞ് പിടിക്കുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും ഈ ഒരു വേജസ് ആക്ടിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മിനിമം വേജസ് ആക്ട് അല്ലെ 1948. നമുക്കറിയാം മിനിമം വേജസ് ആക്ട് ആ ഒരു ആക്ടിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ. നമുക്ക് എന്താണ് ഓരോ തൊഴിലിടങ്ങളിലും നമുക്ക് മിനിമം ഇത്ര സാലറി പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, പറയുന്നില്ലേ? ഇപ്പൊ ടീച്ചിങ് സെക്ഷനിലാണെങ്കിലും മറ്റ് ഇൻഡസ്ട്രീസിലാണെങ്കിലും മറ്റ് ഓഫീസുകളിലാണെങ്കിലും മിനിമം ഇത്ര സാലറി കൊടുക്കണം അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു തീരുമാനങ്ങൾ അതാണ് മിനിമം വേജസ് ആക്ടിൽ പറയുന്നത്. ഓരോ തൊഴിലിടങ്ങളിലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു നിശ്ചിത മിനിമം വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് 1948 മിനിമം വേജസ് ആക്ടിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് അല്ലെ? നമുക്കറിയാം ആ ഒരു പേരിൽ തന്നെയുണ്ട് അല്ലെ. നമ്മുടെ എന്താണ് വേജസിന്റെ അല്ലെങ്കിൽ നമ്മുടെ സാലറിയുടെ ഒരു നിശ്ചിത പെർസെന്റേജ് എന്താണ് നമുക്കൊരു ബോണസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, കമ്പനികളിൽ നിന്ന് ബോണസ് ആയിട്ട്. അതാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 പ്രതിപാദിക്കുന്നത്, പ്രൊവിഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? എന്താണെന്ന് മനസ്സിലായോ? 3 ആക്ടുകളും. മറ്റേത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് നമ്മുടെ വേജസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ഓർഡറിൽ ഒരു കൃത്യമായ ഇടവേളകളിൽ നമുക്കൊരു റിഡക്ഷൻ ഇല്ലാതെ ഒരു തരത്തിലുള്ള അനധികൃത കിഴിവുകളില്ലാതെ നമുക്ക് സാലറി നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു റൂൾ, ഒരു ആക്ട് ആണ് മിനിമം പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്നത് ഓരോ തൊഴിലിടങ്ങളിലും അല്ലെ എന്താണ് എംപ്ലോയീസിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഒരു മിനിമം വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ മിക്ക സ്ഥലങ്ങളിലും മിനിമം വേജസ് എത്രയാണ്? 10,000 രൂപയാണ് അല്ലെ പറയുന്നത്. ആണോ? കേട്ടിട്ടുണ്ടോ അതൊക്കെ? 10,000 രൂപയാണ് മിക്ക സെക്ടേഴ്സിലും വേജസ് പറയും, മിനിമം വേജ് പറയുന്നത് കേട്ടോ. അപ്പൊ മിനിമം വേജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 വന്നാണ്. അതിലെന്താണ് പറയുന്നത്? അതില് എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ സാലറിയുടെ നിശ്ചിത പെർസെന്റേജിൽ അവർക്ക് എന്താണ് ബോണസുകൾ നൽകുക എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 provides for the payment of compensation in case of layoff and retrenchment as follows അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ പറയുന്നത് എന്താണ്? വ്യവസായ തർക്കങ്ങൾ അന്വേഷിക്കാനും മധ്യസ്ഥത വഴി എന്താണ് സമവായ അല്ലെ അവർക്കിടയിൽ ഒരു കോംപ്രമൈസ് കണ്ടെത്താനുള്ള സംവിധാനങ്ങളും നടപടിക്രമങ്ങളും ലഭ്യമാക്കുക. അതുവഴി നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയിലെ സമാധാനവും ഐക്യവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ അല്ലെ. നമുക്ക് എന്താണ് ഇൻഡസ്ട്രിയൽസില് ഒക്കെ നമുക്ക് എന്താണ് വ്യവസായ രംഗത്ത് നമുക്ക് പല രീതിയിലുള്ള തർക്കങ്ങൾ വരാം അല്ലെ. വേജസിനെ സംബന്ധിച്ച് വരാം, നമ്മുടെ സേഫ്റ്റിനെ സംബന്ധിച്ച് വരാം, എൻവിയോൺമെന്റിനെ സംബന്ധിച്ച് വരാം, ടൈം പീരീഡിനെ സംബന്ധിച്ച് അല്ലെ പല തർക്കങ്ങളും വരാനോ. അപ്പൊ അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും അവർക്കിടയിൽ എന്താണ് ഒരു കോംപ്രമൈസ് കൊണ്ടുവരണം അല്ലെ. തർക്കങ്ങൾ പരിഹരിച്ചു കൊടുക്കണ്ടേ?
അപ്പൊ ആ ഒരു തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങളും നടപടിക്രമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് അല്ലെ. അപ്പൊ അതിൽ എന്ത് പറയുന്നുണ്ട്, നമ്മുടെ എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പെടുന്നതാണ് എന്താണ്, ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് ബെനിഫിറ്റ്സും. ഓക്കെ ആണോ? ഇപ്പൊ ഒരു കമ്പനിയിൽ നിന്ന് സാധാരണയായി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ പറഞ്ഞയക്കാണ്. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു പറഞ്ഞയക്കുന്ന ആ ഒരു എംപ്ലോയി ആ ഒരു മാനേജ്മെന്റ് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവോ സാധാരണ? ഇല്ലേ? അവരുടെ സാമ്പത്തികമായിട്ട് അവർക്ക് നഷ്ടം വരികയാണ് അല്ലെ. വീണ്ടും അവരിനി ജോലി കണ്ടെത്തണം അല്ലെ. ഒരുപാട് കടമ്പകൾ അവരുടെ മുന്നിലുണ്ട് അല്ലെ. ഉണ്ടോ? നിലവിലുള്ള ജോലി അവരെ നഷ്ടപ്പെട്ടു. എന്താണ്, ആ ഒരു കമ്പനി അവരെ പറഞ്ഞയച്ചു അല്ലെ. അപ്പൊ അവർക്ക് എന്ത് കിട്ടണം? അത് പറഞ്ഞയക്കുന്ന സമയത്ത് അവർക്ക് കമ്പനിയിൽ നിന്ന് ഒരു കോമ്പൻസേഷൻ കിട്ടണം അല്ലെ. ഒരു കുറച്ച് സമയത്തേക്ക് അവർക്ക് ഒരു പുതിയ ജോലി കിട്ടുന്നത് വരെ അവർക്ക് ഒരു സാമ്പത്തിക സുരക്ഷ വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് എന്താണ്, റിട്രെഞ്ച്മെന്റ് ബെനിഫിറ്റ്സും ലേ ഓഫ് ബെനിഫിറ്റ്സും. ഓക്കെ ആണോ? അപ്പൊ അതിൽ നോക്കാം. നെക്സ്റ്റ് എന്താണെന്ന്, ലേ ഓഫ് കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. ലേ ഓഫ് കോമ്പൻസേഷൻ. There are instances where management is forced by circumstances to lay off employees അല്ലെ. എന്താണ്, നമുക്ക് ചില സാഹചര്യങ്ങളില് എന്താണ് ചില സാഹചര്യം ചിലപ്പോ എന്താണ് നമ്മുടെ പ്രോഫിറ്റ് കുറയാ, അല്ലെങ്കിൽ ആ ഒരു കമ്പനി നഷ്ടത്തിലേക്ക് പോവാ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് അവർക്ക് എക്കണോമിക്കലായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് കുറച്ച് ജീവനക്കാരെ അല്ലെ, അല്ലെങ്കിൽ അവർക്ക് തൽക്കാലത്തേക്ക് അടച്ചിടേണ്ട സിറ്റുവേഷൻ ഒക്കെ വരില്ലേ? അപ്പൊ എന്താണ്, സാഹചര്യങ്ങളുടെ ഫലമായി എന്താണ് മാനേജ്മെന്റ് ജീവനക്കാരെ പിരിച്ചുവിടുന്നതാണ് ലേ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോ അവർക്ക് നഷ്ടം വരാം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പിന്നീട് അവർക്ക് മുതലിറക്കാനായിട്ടുള്ള പൈസ ഇറക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇല്ലാതെ വരാം, അല്ലെങ്കിൽ അവർ കമ്പനി നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോഴൊക്കെ എന്താണ് അവർ ചിലപ്പോ കുറച്ച് നാളത്തേക്ക് അടച്ചിടും. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, കുറച്ച് എംപ്ലോയീസിനെ അവിടെ നിന്ന് പിരിച്ചുവിടും അല്ലെ. അപ്പൊ സാഹചര്യങ്ങളുടെ ഫലമായി മാനേജ്മെന്റ് ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർബന്ധിതരാകുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ലേ ഓഫ് കോമ്പൻസേഷൻ നൽകുന്നത്. ഓക്കെ ആണോ? സാഹചര്യങ്ങളുടെ ഫലമായിട്ട് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർബന്ധിതരാകുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ ലേ ഓഫ് കോമ്പൻസേഷൻ നൽകുന്നത്. In instance of layoff, employees are entitled to a layoff compensation at the rate of 50% of the total basic wages and dearness allowance for the period of their layoff, excluding the number of weekly holidays in that period. അതായത് ലേ ഓഫ് കോമ്പൻസേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു എംപ്ലോയീസിന്റെ ബേസിക് പേ ഉണ്ടാവുമല്ലോ, ബേസിക് വേജസ് ഉണ്ടാവും അല്ലേ. ആ ഒരു ബേസിക് വേജസിന്റെ ഒരു 50% വരെയാണ് ഇവർക്ക് എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ലേ ഓഫ് കോമ്പൻസേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൊരു കമ്പനിയിൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് എന്തിനുള്ള അവസരമുള്ളൂ, ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, ലേ ഓഫ് കോമ്പൻസേഷൻ ഉള്ള അവസരമുള്ളൂ കേട്ടോ. ഒരു 4 വർഷം ഒരു 4 മാസം ഒരു 5 മാസം നമുക്ക് വർക്ക് ചെയ്തെന്ന് വിചാരിച്ചാൽ അവർക്ക് അവിടെ നിന്ന് ലേ ഓഫ് കോമ്പൻസേഷൻ ലഭിക്കണമെന്നില്ല കേട്ടോ. ഒരു വർഷമെങ്കിലും അവിടെ കണ്ടിന്യൂ ചെയ്ത് അവിടെ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടാൽ മാത്രമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, ലേ ഓഫ് കോമ്പൻസേഷൻ ലഭിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ലേ ഓഫ് കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ടോട്ടൽ ബേസിക് വേജസിന്റെ ഒരു 50% വരെയാണ് കേട്ടോ. മാക്സിമം ഒരു 50% വരെയും, അത് ഓരോ കമ്പനികൾ അനുസരിച്ചാണ് കേട്ടോ. ആ ഒരു പെർസെന്റേജ്
അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഒരു 50% വരെ നമുക്ക് കിട്ടാം. കൂടാതെ നമ്മുടെ ഡിയർനെസ് അലവൻസ് ഉണ്ടാവും അല്ലെ, ക്ഷാമബത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ ആ ഒരു പേയ്മെന്റും കൂടി നമുക്ക് എന്ത് ഈ ലേ ഓഫ് കോമ്പൻസേഷന്റെ സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അതിൽ എന്ത് ഈ ഒരു ബേസിക് പേയിൽ നിന്ന് എക്സ്ക്ലൂഡിംഗ് ദ നമ്പർ ഓഫ് വീക്ക്ലി ഹോളിഡേസ് ഇൻ ദാറ്റ് പീരീഡ്, ആ ഒരു പീരീഡില് ഹോളിഡേസ് വരില്ലേ വീക്കിലി, ഒരു ദിവസോ 2 ദിവസോ, ആ ഒരു പേയ്മെന്റ് അവരിൽ നിന്ന് എന്ത് ചെയ്യും, കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബേസിക് പേയ്മെന്റിൽ നിന്ന് അത് കുറച്ചിട്ടാണ് നമുക്ക് ബാക്കി പേയ്മെന്റിന്റെ ഒരു 50% വരെ നൽകുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഇപ്പൊ ക്ഷാമബത്ത എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുന്തോറും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അതിന് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ആ ഒരു എക്കണോമിക് വ്യവസ്ഥയിലെ നമ്മുടെ ജീവിത ചെലവുകളിലെ അതുമായി കമ്പയർ ചെയ്തിട്ടാണ് അത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡിയർനെസ് അലവൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് ഡിയർനെസ് അലവൻസ് നമുക്ക് ഇത്ര % വരെ കൂട്ടി തരുന്നുണ്ട് കേട്ടോ. ഡിയർനെസ് അലവൻസ് എല്ലാ നമ്മ കമ്പനിയിൽ കയറി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ നമുക്ക് ആ ഒരു എമൗണ്ട് തന്നെയല്ല ലഭിക്കുന്നത്. ഓരോ വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അതിൽ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. എന്താണ്, നമ്മുടെ ജീവിത ചെലവുകൾ കൂടി വരില്ലേ ഓരോ വർഷം ചെല്ലുന്തോറും. അപ്പൊ അതിനനുസരിച്ച് അതിലും ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് പേയ്മെന്റ് ഓഫ് ലേ ഓഫ് കോമ്പൻസേഷൻ ഈസ് യൂസ്വലി പെയ്ഡ് അപ് ടു 45 days in a year അല്ലെ. എന്താണ്, നമുക്ക് ഒരു വർഷത്തില് 45 ദിവസത്തെ പേയ്മെന്റ് ആണ് ലേ ഓഫ് കോമ്പൻസേഷൻ ആയിട്ട് ലഭിക്കുന്നത്. 45 ദിവസം വരെയുള്ള കേട്ടോ. ചിലപ്പോ അതൊരു 15 ആവാം, അതല്ലെങ്കിൽ 20 ആവാം കേട്ടോ. അപ്പൊ 45 ദിവസം വരെയുള്ള പേയ്മെന്റുകളാണ് നമുക്ക് എന്തായി ലഭിക്കുന്നത്, ലേ ഓഫ് കോമ്പൻസേഷൻ ആയി ലഭിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അത് നമ്മ ഓരോ കമ്പനിയിലും ജോയിൻ ചെയ്യുന്ന കമ്പനിയുടെ ലോസ് അനുസരിച്ചാണ് കേട്ടോ ഇത്ര % വരെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത്. ചില കമ്പനിയിൽ നമുക്കൊരു ഒരുവിധം നല്ല ബെനിഫിറ്റ്സ് ലഭിക്കാറുണ്ട്, ചില കമ്പനിയിൽ അതിന്റെ ഇതനുസരിച്ച് കുറവും വരാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. എന്താണ്, നമ്മൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ലഭിക്കാറില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോരും അല്ലേ. റിസൈൻ ലെറ്റർ ഇട്ട് പോരും. ആ സമയത്ത് എന്തുണ്ട്, നമുക്ക് അവിടെ നിന്ന് ഒരു പേയ്മെന്റ് ലഭിക്കാറില്ലേ? അതാണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. ഓക്കെയാണോ? ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ സ്വമേധയ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടോ നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പോരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ ആണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. ഇറ്റ് ഈസ് എ മാൻഡേറ്ററി ഫോർ നോൺ സീസണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയി 50 or more workers to give 1 month notice or 1 month wages to all the workers who are retrenched after 1 year continuous service അല്ലെ. എന്താണ്, 50 അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നോൺ സീസണൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് അല്ലെ സീസണൽ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ എങ്ങനെയാണ്, ആ ഒരു സീസണിന്റെ സമയത്ത് മാത്രമാണ് അല്ലെ ആ ഒരു കമ്പനി പ്രവർത്തിക്കുള്ളൂ അല്ലേ. നോൺ സീസണൽ ആവുമെന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ എല്ലാ സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണ് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ 50 അല്ലെങ്കിൽ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നോൺ സീസണൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ തുടർച്ചയായ സേവനം ചെയ്തതിന് ശേഷം പിരിഞ്ഞു പോരുന്ന എല്ലാ തൊഴിലാളികൾക്കും എന്താണ്, ഒരു മാസത്തെ അറിയിപ്പോ ഒരു മാസത്തെ വേതനമോ നൽകണം, അതായത് വേജസോ നൽകണമെന്ന് നിർബന്ധമാണ്. അതാണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ.
നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ലേ ഓഫ് കോമ്പൻസേഷൻ 1 വർഷം വരെയും അവിടെ ജോലി ചെയ്താൽ മാത്രമാണ് അല്ലെ. അതേപോലെ നമുക്ക് എന്താണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും നമ്മൾ 1 വർഷം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്താൽ മാത്രമാണ് ആ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ലഭിക്കുന്നത്. ഓക്കെ ആണോ? റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാല് എന്താണ് 50ഓ അതിലധികമോ തൊഴിലാളികൾ അല്ലെ, അതിൽ നമ്പർ പെർട്ടിക്കുലർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. 50ഓ അതിലധികമോ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന നോൺ സീസണൽ ഇൻഡസ്ട്രിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന 1 വർഷത്തിൽ കൂടുതൽ, 1 വർഷമോ അതിലധികമോ അവര് കണ്ടിന്യൂസ് ആയി അവിടെ വർക്ക് ചെയ്തതിന് ശേഷം പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് എന്താണ് 1 മാസത്തെ വേജസ് അവർക്ക് നൽകുന്നതിനെയാണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ദിസ് കോമ്പൻസേഷൻ This compensation is paid at the rate of 50 days wages for every completed year of services with a maximum 45 days wages in a year. അല്ലെ, ഓരോ വർഷവും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ആ ഒരു വേജസിന്റെ ഡേയ്സിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. every completed year of service, അതായത് this compensation is paid at the rate of 15 days wages for every completed year of service. അല്ലെ, ഓരോ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവർക്ക് 15 ദിവസത്തെ സാലറിയാണ് കിട്ടുന്നത്. വിത്ത് എ മാക്സിമം ഓഫ് 45 days wages in a year. അവർക്ക് മാക്സിമം ഒരു 45 ദിവസത്തെ വേജസ് വരെ ലഭിക്കാം. 15 ദിവസം മുതൽ ഒരു 45 ദിവസത്തെ സാലറി വരെ അവർക്ക് 1 വർഷത്തിൽ അവരുടെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആയി ലഭിക്കാം. ഓക്കെ ആണോ? പരമാവധി മാക്സിമം അവർക്ക് എത്രയാണ് 45 ദിവസം വരെയുള്ള എന്ത് കിട്ടാമെന്ന് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ലഭിക്കാം. നെക്സ്റ്റ് പറയാം, വർക്കേഴ്സ് ആർ entitled for compensation even in case of closing of ഓർഗനൈസേഷൻ അല്ലെ. ചിലപ്പോ ആ ഒരു സ്ഥാപനം അടച്ചു പൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് ഈ ഒരു റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ നൽകിയിട്ടുണ്ടായിരിക്കണം. ഒക്കെയാണോ? അവര് അടച്ചുപൂട്ടുന്ന ആ ഒരു കമ്പനി അടച്ചുപൂട്ടുന്ന സാഹചര്യമാണെങ്കിൽ പോലും തൊഴിലാളികൾക്ക് എംപ്ലോയീസിന് ഇങ്ങനെയുള്ള കോമ്പൻസേഷൻസ് നൽകിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? ലേ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എംപ്ലോയീസിനെ ആ ഒരു കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ അല്ലെ. അത് 1 വർഷം ആ ഒരു ഇതും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. അതിന്റെ ആ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15 ദിവസം മുതൽ ഒരു 45 ദിവസം വരെയുള്ള വേജസ് 2 ഇതിലും കിട്ടാം, കോമ്പൻസേഷൻ ആയിട്ട് കിട്ടാം. 2 ഇതിൽ എത്ര വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു കമ്പനിയിൽ? 1 വർഷം വരെ നമ്മൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? പിന്നെന്താ, 2 ഇതിലും എന്താണ് ഒരു കമ്പനി അടച്ചു പൂട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടണം? ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും ലഭിച്ചിട്ടുണ്ടായിരിക്കണം. കണ്ടിട്ടില്ലേ? കമ്പനികളിൽ തൊഴിലാളികൾ കേസൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ന്യൂസ് ഒക്കെ കാണുമ്പോ കമ്പനി അടച്ചു പൂട്ടിയിട്ടും തൊഴിലാളികൾക്ക് അവര് ബെനിഫിറ്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്, കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? റയോൺസ് ആശാ വർക്കർ സമരം, അത് നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലാണ് അല്ലെ ആശാ വർക്കേഴ്സ് സമരം നടക്കുന്നത്. അപ്പൊ എന്താണ്? ഓക്കെ, മനസ്സിലായോ? ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും ഒക്കെ ആയോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ് അല്ലെ. ഏറ്റവും ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിൽ, പ്ലാന്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ എംപ്ലോയീസിന്റെ സേഫ്റ്റിയും അവരുടെ ഹെൽത്ത് പ്രൊവിഷൻസും അല്ലേ.
ആരോഗ്യ കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷിതത്വം, അവരുടെ സേഫ്റ്റി, എൻവയോൺമെന്റ് സേഫ്റ്റി ഒക്കെ അല്ലേ? വലിയ വലിയ മിഷണറീസ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കൊക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് എംപ്ലോയീസ് ആർ ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെ? ഒരു എംപ്ലോയീസിന്റെ സുരക്ഷിതത്വവും അവരുടെ ആരോഗ്യവും എന്താണ്? അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ? ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് അല്ലെ? നോട്ട് ഓൺലി ഫോർ എൻ ഓർഗനൈസേഷൻ. അത് ആ ഒരു ഓർഗനൈസേഷന് മാത്രമാണോ ഒരു എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ഹെൽത്തും സേഫ്റ്റിയും പ്രാധാന്യമുള്ളത്? അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ബട്ട് ഓൾസോ ഫോർ കൺട്രി. നമ്മുടെ രാജ്യത്തിനും അത് ഇമ്പോർട്ടൻസ് അല്ലേ? ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് രാജ്യത്തിനെയും കൂടി ബാധിക്കുകയാണ് അല്ലേ? അപ്പൊ എന്താ, ഒരു എംപ്ലോയീസിന്റെ സേഫ്റ്റിയും സുരക്ഷിതത്വം എന്നുള്ളത് ആ ഒരു ഓർഗനൈസേഷന്റെ മാത്രമല്ല, നമ്മുടെ കൺട്രിയുടെയും അത്യന്താപേക്ഷിതമാണ്. ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ ബാക്ക്ബോൺ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് നേഷൻ അല്ലേ? നമ്മുടെ മനുഷ്യ വിഭവം, അതായത് നമ്മുടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ, നേഷന്റെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലേ? നട്ടെല്ല് എന്നൊക്കെ പറയില്ലേ? ബാക്ക് ബോൺ അല്ലേ? ബാക്ക് ബോൺ ആണ് അല്ലെ? നമ്മുടെ നേഷന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒരു നട്ടെല്ലാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, ഒരു തൊഴിൽ ശക്തി എന്ന് പറയുന്നത് അല്ലേ? മനുഷ്യ വിഭവ ശേഷി എന്ന് പറയുന്നത് അതല്ലേ? ഒരു പേഴ്സൺ, ഒരു എംപ്ലോയി അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, ഇൻ ഇന്ത്യ ദ ഫാക്ടറി ആക്ട് 1948 stipulates certain requisites regarding working condition in order to provide a safe working environment അല്ലേ? നമ്മുടെ ഫാക്ടറി ആയിട്ട് 1948 അനുസരിച്ച് നമുക്ക് എന്താണ്, നമ്മുടെ സേഫ് വർക്കിംഗ്, നമ്മുടെ എംപ്ലോയീസ് നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്താണ്, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അവര് പ്രൊവിഷൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. regarding work condition in order to provide a safe working environment അല്ലേ? ഇപ്പൊ നമുക്കറിയാം, വലിയ വലിയ മിഷനറീസ് അല്ലെങ്കിൽ വലിയ പ്ലാന്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് വേണം? സുരക്ഷിതത്വം വേണം അല്ലേ? അവര് വൈദ്യുതി അല്ലെ, കറണ്ടുകളെ യൂസ് ചെയ്യുന്നതാണ്, വലിയ മിഷനറീസ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവർക്കൊക്കെ എന്താണ്, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളാണ് അല്ലെ? ആണോ? അപ്പൊ ഈ ഒരു ഫാക്ടറി 1948 ഫാക്ടറി ആക്ട് അനുസരിച്ച് സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അല്ലെ, ഒരു എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചില വ്യവസ്ഥകൾ ഈ ഒരു ഫാക്ടറി ആക്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കിയേ. The provisions in this act are meant to promote health and safety of employees അല്ലെ? ഇതിലെന്താണ് വ്യവസ്ഥ പറയുന്നത്? ഈ നിയമം ജീവനക്കാരന്റെ ആരോഗ്യവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെ? അത് ഈ ഒരു ഫാക്ടറി ആക്ട് നമ്മുടെ എംപ്ലോയീസിന്റെ ആരോഗ്യവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ. പ്രൊവിഷൻ മീൻ, വ്യവസ്ഥ ചെയ്യുന്നത് എന്താണ്? മീൻ ടു സേഫ് ഗാർഡ് ഹെൽത്ത് റിലേറ്റഡ് ഓവറോൾ ക്ലീൻലിനെസ് അല്ലെ? എന്താണ്, നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ശുചിത്വം ഉണ്ടായിരിക്കണം അല്ലെ? ക്ലീൻലിനെസ് ആയിരിക്കണോ? അല്ലെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ നിന്ന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം അല്ലെ? പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് തൊഴിലാളികൾക്കിടയിൽ തന്നെ സ്പ്രെഡ് ചെയ്യാലോ. നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും വരാം ക്ലീൻ അല്ലെങ്കിൽ അല്ലെ? എന്താണ്, വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വരാം. അപ്പൊ ഈ ഒരു പ്രൊവിഷനിൽ എന്താണ്, അവിടുത്തെ ഒരു ഓവറോൾ ക്ലീൻലിനെസ് അല്ല, മൊത്തത്തിലുള്ള ശുചിത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ അല്ലെ? നമുക്കൊരു തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള കാറ്റും വെളിച്ചവും ഒക്കെ വേണം അല്ലെ? നമ്മ പറയാറുണ്ട് അല്ലെ? കാറ്റും വെളിച്ചവും വേണം അല്ലെ? വെന്റിലേഷനും
ടെമ്പറേച്ചറും ചൂടും വേണം അല്ലെ. ഇപ്പൊ മാനുഫാക്ചറിങ് കമ്പനിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് പൊതുവെ ചൂട് കൂടുതലായിട്ടില്ലേ, ടെമ്പറേച്ചർ കൂടുതലായിട്ടില്ല, ഒരുപാട് എക്യുപ്മെന്റുകൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ ചൂട് കൂടുതലായിരിക്കും അല്ലേ? ആണോ? ആണല്ലേ. അപ്പൊ എന്ത് വേണം? അപ്പൊ ഓരോ സ്ഥലങ്ങളിലും എന്താണ് അവിടുത്തെ വർക്ക് കണ്ടീഷൻ അനുസരിച്ച് ശരിയായ രീതിയിലുള്ള വെന്റിലേഷനും ടെമ്പറേച്ചറും സെറ്റിംഗ്സ് ഉണ്ടായിരിക്കണം. കൂടാതെ എന്താണ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് ഇഫ്ലുവൻസ് അല്ലെ. എന്താണ് എഫ്ലുവൻസ് എന്ന് വെച്ചാല് മലിനജലവും പിന്നെ അവിടുത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യാനുള്ള സംസ്കരിക്കുന്നതിനുള്ള ശരിയായ മാർഗങ്ങൾ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് അല്ലെ, പൊടിപടലങ്ങളിൽ നിന്ന്, പൊടി പുക അങ്ങനെയുള്ളതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം എംപ്ലോയീസിന് അല്ലെ. അമിതമായ പുക പൊടിയൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് പൊടി പുക അങ്ങനെയുള്ള ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നമ്മുടെ എംപ്ലോയീസിന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ അല്ലെ, ഈർപ്പം ഇതിനുള്ള കളയുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെ, അവർക്ക് കുടിക്കുന്നതിനുള്ള സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടായിരിക്കണം. അഡിക്വേറ്റ് നമ്പർ ഓഫ് ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് ഇൻ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, ആവശ്യത്തിനുള്ള ടോയ്ലറ്റ്സുകൾ ഉണ്ടായിരിക്കണം. കൂടാതെ ഉള്ള ടോയ്ലറ്റ്സുകൾ യൂറിനൽസ് എങ്ങനെയായിരിക്കണം? ശരിയായ വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതായിരിക്കണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് അഡിക്വേറ്റ് ലൈറ്റിംഗ് ഫെസിലിറ്റീസ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചം അല്ലെ, അതിനുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തിൽ പറയുന്നുണ്ട്? ഫാക്ടറീസ് ആക്ടില് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ എംപ്ലോയീസിന്റെ ആരോഗ്യവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? നമ്മ സാധാരണ നമ്മൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താണ് പുറത്തുനിന്ന് ആളുകൾ വന്ന് നോക്കൂല്ലേ, എന്താണ് അവിടുത്തെ എംപ്ലോയീസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? എന്നിട്ടല്ലേ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മുനിസിപ്പാലിറ്റിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ വന്ന് നോക്കിയിട്ടാണ് അല്ലേ ഡിസ്പോസ് ചെയ്യാൻ. എന്താണ് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ അല്ലെ, അതിനുവേണ്ട ഫെസിലിറ്റീസ് അവർ ചെയ്തിട്ടുണ്ടോ അല്ലെ, ശരിയായ വെന്റിലേഷൻ ആണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, എല്ലാ കാര്യങ്ങളും വന്ന് നോക്കിയിട്ടല്ലേ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പൊ എന്താണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എന്താണ് ഫാക്ടറീസ് ആക്ടില് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് it is therefore vital to protect employees against accident and condition detrimental to health, as both are harmful factors that affect the productive capacity of affected employees. അല്ലേ? എന്താണ് അപകടങ്ങളിൽ നിന്നും അല്ലെ, നമുക്ക് അവിടെയുള്ള അപകടങ്ങളിൽ നിന്നും ആരോഗ്യത്തിന് ഹാനികരമായ സാഹചര്യങ്ങളിൽ നിന്നും ജീവനക്കാരെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഒരു കമ്പനിയിൽ നടക്കാൻ ഉള്ള അപകടങ്ങളിൽ നിന്നും അവരെ ആരോഗ്യത്തിന് ഹാനികരമായ സാഹചര്യങ്ങളിൽ നിന്നും എംപ്ലോയീസിനെ രക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? അതല്ലെങ്കിൽ എന്തു പറ്റും? അവരുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ എന്താണ് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അവരെ ആ ഒരു പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിനെ ബാധിക്കുന്നുണ്ടോ? ഉത്പാദനക്ഷമതയെ ബാധിക്കുമോ എംപ്ലോയീസിന്റെ? ഇല്ലേ? നമുക്ക് ശരിയായ ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായി വർക്ക് ചെയ്യാൻ സാധിക്കോ? നമ്മ ആ വർക്കിംഗ് കണ്ടീഷനിൽ നമ്മ കുറച്ചു നേരം വർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ടയേർഡ് ആവാം, നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇപ്പൊ മിസ് ഒരു ചെറിയ എക്സാമ്പിൾ വരികയാണെങ്കിൽ നമ്മ ഓഫീസിൽ തന്നെയാണ്, ഓഫീസിൽ ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ്? ചൂട് കൂടുതലാണ് അല്ലെ? ആണോ?
ചൂട് കൂടുതലാണ്. അപ്പൊ ആ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടുന്ന ആ ചൂട് കുറയ്ക്കുന്നതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ലെങ്കിൽ, ആവശ്യത്തിനുള്ള എന്താണ് ഫാൻസ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇരുന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് അധികം ആയാസപ്പെട്ട ജോലിയുമല്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് ചൂട് കൂടുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റില്ല അല്ലെ? നമ്മൾ ടയേർഡ് ആയി പോവാണല്ലേ, സ്വാഭാവികമായിട്ടും നമ്മൾ ടയേർഡ് ആയി പോവല്ലേ. അപ്പൊ എന്താണ്, എംപ്ലോയീസിന്റെ എന്താണ് അപകടങ്ങളിൽ നിന്നും അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായ സാഹചര്യങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ, അത്യന്താപേക്ഷിതമാണ്. ഇതെന്താണ്, അവരുടെ പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റിയെ ബാധിക്കുന്നു. ഓക്കെയാണോ മക്കളെ? ഓക്കെയാണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് provisions regarding safety include precautions. ഈ പ്രൊവിഷനിലെ വ്യവസ്ഥകളിൽ ഇങ്ങനെയുള്ള ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലെ, നമുക്ക് അതിനു വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാലോ. അത് തടയുന്നതിന് വേണ്ട ആ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ട പ്രിക്കോഷൻസ് സ്വീകരിക്കാലോ, മുൻകരുതലുകൾ. അതെല്ലാം ഈ പ്രൊവിഷൻസ് ഉള്ള ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഇൻക്ലൂഡ് precautions while working near or on high voltage supply equipment അല്ലെ. നമ്മ എന്താണ്, ഒരു ഹൈ വോൾട്ടേജ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റിന്റെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെ, നമ്മ എന്ത് ചെയ്യണം, അപകടങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കണോ? ഇത്ര അകലം പാലിച്ച് വർക്ക് ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പെടുന്നുണ്ട്. പിന്നെ എന്താണ്, പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡസ്റ്റ് അല്ലെ, പൊടികളിൽ നിന്നുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ സ്വീകരിക്കുക അല്ലെ. നമ്മ മാസ്ക് ധരിക്കും, ചില സമയത്ത് എന്താണ് മാസ്ക് ധരിക്കുന്നുണ്ട് അല്ലെ, അല്ലേ അല്ലേ, ഫേസ് ഷീൽഡും അങ്ങനത്തെ കാര്യങ്ങൾ ധരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡസ്റ്റ്, എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ്. എന്താണ്, നമുക്ക് സ്ഫോടനം ഉണ്ടാകാനും തീപിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിന്റെ അവിടെ നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കുന്നില്ലേ? അപ്പൊ ആ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഏരിയസിൽ അങ്ങനെ തീപിടിക്കാൻ സഹായിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും സൂക്ഷിക്കാൻ പാടില്ല അല്ലെ. ആവശ്യമായിട്ടുള്ള വെന്റിലേഷനും ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കണം ഈ ഒരു മെറ്റീരിയൽസ് സൂക്ഷിക്കേണ്ടത് അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് അല്ലെ, തീപിടിക്കാനും സ്ഫോടനം ഉണ്ടാകാനും സാധ്യതയുള്ള മെറ്റീരിയൽസിന്റെ വർക്ക് ചെയ്യുന്നവർക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ്. പിന്നെ എന്താണ്, ഡേഞ്ചറസ് ഫ്യൂംസ് ആൻഡ് ഗ്യാസസ് അല്ലെ, അപകടകരമായ എന്താണ് പുകയും വാതകങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് വേണം അല്ലെ. വേണ്ടേ? അവർ ഗ്യാസ് ഫിൽട്ടർ പോലെയുള്ള എന്താണ് മാസ്കുകൾ ധരിക്കുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധരിച്ച് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ധരിക്കും. പിന്നെ ഫെൻസിങ് ഓഫ് മെഷീനറീസ് അല്ലെ, എന്താണ് യന്ത്ര സാമഗ്രി, നമ്മുടെ മെഷീനറീസിന്റെ അവിടെയൊക്കെ വേലിക്കെട്ടുകൾ, അതായത് ആ ഒരു വലിയ മെഷീനറീസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോകാത്ത രീതിയിൽ അത് ഒരു ബൗണ്ടറി തിരിച്ചിട്ടൊക്കെ വെക്കില്ലേ, അതിന്റെ അടുത്തേക്ക് വേലിക്കെട്ട് പോല, ഫെൻസിങ് പോല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ കണ്ടിട്ടുണ്ടോ? പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ വലിയ അല്ലെ. അപ്പൊ വലിയ മെഷീനറീസ് അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളില് ആ ഒരു മെഷീനറീസിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല അല്ലെ. അപ്പൊ ആ ഒരു മെഷീനറീസിന്റെ അവിടെ എന്ത് ചെയ്യും, നമ്മൾ വേലിക്കെട്ട് പോലെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അതാണ് ഫെൻസിങ് ഓഫ് മെഷീനറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ, precautions while working near or on machinery in motion അല്ലെ. നമ്മുടെ എന്താണ് മെഷീനറീസ് പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത്, മോഷൻ അതായത് കറങ്ങുന്ന പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവര് അതിന് വേണ്ട പ്രിക്കോഷൻസ് സ്വീകരിക്കുക. ഡിവൈസിങ് ഫോർ ഡിസ്കണക്റ്റിംഗ് പവർ അല്ലെ, നമുക്ക് എന്താണ് പവർ ഡിസ്കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കുന്നവർക്ക് അതിനുവേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കുക. പ്രിവെൻഷൻ ഓഫ് ഇഞ്ചറി ഫ്രം ഹോയിസ്റ്റ് അല്ലെ, എന്താണ് അപകടകരമായ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവര് ഇഞ്ചുറി ഉണ്ടാക്കുന്ന, നമുക്ക് പരിക്കുകൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രത്യേക സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവര് അതിനുവേണ്ടി എന്താണ് പ്രിവെൻഷൻസ്, പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക. ചെയിൻസ് ആൻഡ് റോപ്സ് ഇൻ മോഷൻ അല്ലെ, നമ്മുടെ
എക്യുപ്മെന്റുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മ ചെയിനൊക്കെ യൂസ് ചെയ്യാറില്ലേ, പൊടിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, വലിയ വലിയ മെഷീനറീസിലൊക്കെ പൊടിച്ചൊക്കെ, അപ്പൊ അതുമ്പോ ചെയിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഡോ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, മിസ് പറഞ്ഞത് മാറിപ്പോയി. പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറി ഫ്രം ഹോയിസ്റ്റ് ലിഫ്റ്റ് അല്ലെ, ലിഫ്റ്റ് ഉയർത്തുന്നവർക്ക് അപകടങ്ങൾ പറ്റാലോ അവർക്ക് ശരിയായ രീതിയിൽ നോക്കിയില്ലെങ്കിൽ അല്ലേ? മിസ് അത് കറക്റ്റ് ആയിട്ട് വായിച്ചില്ല കേട്ടോ, സോറി കേട്ടോ. അപ്പൊ എന്താണ് ലിഫ്റ്റ് ഉയർത്തിപ്പിക്കുന്നവർക്ക്, നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കണ്ടിട്ടില്ലേ ലിഫ്റ്റുകള്, നമ്മുടെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള അതല്ലെങ്കിൽ നമ്മുടെ ലിഫ്റ്റ്, സാധാ ലിഫ്റ്റുകൾ പ്രവർത്തിപ്പിക്കുന്നവിടത്ത് അവർക്ക് വേണ്ട സേഫ്റ്റി പ്രിപ്പറേഷൻസ് അല്ലെ. നെക്സ്റ്റ് എന്താണ് ചെയിൻസ് ആൻഡ് റോപ്സ് ഇൻ മോഷൻ, അതിന്റെ ചെയിൻസും റോപ്സുകളൊക്കെ ഉള്ള ആ ഒരു എക്യുപ്മെന്റിന്റെ അവിടെയോ അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ അവിടെയൊക്കെ ഉള്ള ആ ഒരു ചെയിൻസും റോപ്സുകളും പ്രവർത്തിപ്പിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്താണ് റിവോൾവിംഗ് മെഷീനറി, മെഷീനറീസ് പ്രവർത്തിപ്പിക്കുന്നത്. അവോയ്ഡിംഗ് ലിഫ്റ്റിംഗ് എക്സസീവ് വെയിറ്റ് ടു പ്രിവെന്റ് സ്പൈനൽ ഇഞ്ചുറീസ് അല്ലെ, നമ്മുടെ നട്ടെല്ലിന് പരിക്കുകൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഭാരം പൊക്കുന്നത്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക അല്ലെ. ഒരുപാട് വെയിറ്റ് ഒക്കെ നമുക്ക് പൊക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ നട്ടെല്ലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാലോ, ഹെൽത്ത് ഇഷ്യൂസ്. അപ്പൊ നട്ടെല്ലിന് പരിക്കുകൾ ഉണ്ടാക്കുന്ന വിധമുള്ള അമിത ഭാരങ്ങൾ ഉയർത്തുന്നത് ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പ്രൊവിഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇൻ അഡീഷൻ there are provision regarding emergency action equipment in case of fire, availability of power according to required specification, safety of plant and machineries അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു തീപിടുത്തം ഉണ്ടായാല് അത് അടയ്ക്കുന്നതിനുള്ള എമർജൻസി ആക്ഷൻ എക്യുപ്മെന്റുകൾ വേണം അല്ലേ. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ നമ്മ, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ മിക്ക ഫ്ലാറ്റുകളില് ഹോസ്പിറ്റലുകളില് അല്ലെ, അതല്ലെങ്കിൽ കമ്പനികളില് ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, പെട്രോൾ പമ്പിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഷോപ്പിംഗ് മോളിലുണ്ട് അല്ലെ. അപ്പൊ എന്താണ് തീപിടുത്തം ഉണ്ടായാല് അടിയന്തര പ്രവർത്തന ഉപകരണങ്ങൾ നമ്മുടെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റുകള്, പിന്നെ എന്താണ് ആവശ്യമായ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് വൈദ്യുത ലഭ്യത അല്ലെ. നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇന്ന വോൾട്ടില് ഇത്ര ഇതില് വൈദ്യുതി ലഭിക്കണമെന്നില്ലേ. ഇപ്പൊ മാനുഫാക്ചറിങ് സെക്ഷനില് വലിയ വലിയ എക്യുപ്മെന്റുകളില് വർക്ക് ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ കിട്ടുന്ന അത്രയും വോൾട്ടില് നമുക്ക് സാധാരണ അവിടുത്തെ നോർമൽ ഓഫീസുകളില് വൈദ്യുതി ലഭിക്കണോ? ഒരു വലിയ കമ്പനിയാണ്, അപ്പൊ അവിടെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്, അതിന്റെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ഓഫീസ് ഉണ്ട്, പാക്കിംഗ് ഉണ്ട്. അപ്പൊ ഈ സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാനുഫാക്ചറിങ് ചെയ്യുന്ന അവിടെ പ്രവർത്തിക്കുന്ന മെഷീനറീസിന് ആവശ്യമായിട്ടുള്ള വോൾട്ടില് നമുക്ക് നോർമൽ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് വേണോ, വൈദ്യുതി വേണോ? മനസ്സിലായില്ല? നോർമൽ പ്രവർത്തനം ഓഫീസ് വർക്കുകൾ ചെയ്യുന്നത് സ്ഥലത്ത് മെഷീനറീസ് വർക്ക് ചെയ്യുന്ന അത്രയും വോൾട്ടിൽ കറണ്ട് വേണോ, നമുക്ക് അത്രയും പവറിൽ വേണോ? വേണ്ട അല്ലെ. അപ്പൊ എന്താണ് ഓരോ പ്രൊവിഷൻ അനുസരിച്ച് വൈദ്യുതി ലഭ്യത ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് എന്താണ് സേഫ്റ്റി ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറീസ് അല്ലെ. പിന്നെ എന്താണ് പ്ലാന്റിന്റെയും യന്ത്രങ്ങളുടെയും മെഷീനറീസിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തണ്ടേ, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അതെല്ലാമാണ് എന്തിന് പറയുന്നത്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസിൽ പറയുന്നത്. എന്താണ് ഒരു എംപ്ലോയീസിന്റെ ആരോഗ്യത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ, സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എന്താണ് കമ്പനികളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഉറപ്പുവരുത്തുക. എന്താണ് അവരുടെ ജീവന് ഒരു നഷ്ടവും ഇല്ലാത്ത രീതിയിൽ അല്ലെ.
കേസുകളിൽ നമ്മൾ കേൾക്കാറില്ലേ? മെഷീന്റെ ഇടയിൽ പെട്ടു, കൈ പോയി, കൈ അറ്റുപോയി, കാലറ്റുപോയി അല്ലേ? അവന്റെ ജീവനെ എംപ്ലോയിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ്? ചിലപ്പോ എന്തെങ്കിലും ചെറിയൊരു അശ്രദ്ധയാവാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കാത്തത് കൊണ്ടാവാം അല്ലെ അങ്ങനെ ഒരു അപകടം വരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരാളുടെയും ജീവന് ഭീഷണിയില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്പനികളിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എൻവയോൺമെന്റ് സുരക്ഷിതമായി പരിപാലിക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. സേഫ്റ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെൽഫെയർ ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ് അല്ലെ, നമ്മുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കമ്പനികളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കുറച്ച് ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ കുറച്ച് ഫെസിലിറ്റീസ് തരാറുണ്ട് അല്ലെ, നമുക്ക് സൗകര്യങ്ങൾ അല്ലേ, സാധാരണയായിട്ടുള്ളതും അല്ലെ, നമ്മുടെ ക്ഷേമത്തിനും വിനോദത്തിനും വേണ്ടി ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ഹൗസിംഗ് ഫസ്റ്റ് പറയുന്നത് ഹൗസിംഗ് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് അല്ലെ, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് അല്ലെ. പിക്നിക്കുകള് ഹോളിഡേ ഹോംസ് അതൊക്കെ എങ്ങനെയാണ്? വെൽഫെയർ സെക്ഷൻസ് അല്ലെ, അതൊക്കെ എന്താണ്? റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ആണ് അല്ലെ, നമ്മുടെ വിനോദത്തിന് വേണ്ടിയുള്ളതല്ലേ. പിക്നിക്കുകളുടെ ഹോളിഡേസ് പാക്കേജുകള് അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസിൽ ഉൾക്കൊള്ളുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഹൗസിംഗ്, എ റൂഫ് ഓവർ ദ ഹെഡ് ഈസ് വൺ ഓഫ് ദ വൈറ്റൽ റിക്വയർമെന്റ്സ് ഫോർ ഹ്യൂമൻ ബീയിങ്സ് ടു സർവൈവ് അല്ലെ, മനുഷ്യർക്ക് സർവൈവ് ചെയ്യാനുള്ള, അതിജീവിക്കാനുള്ള പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് തലയ്ക്ക് മുകളിൽ മേൽക്കൂര എന്ന് വെച്ചാൽ വീട് അല്ലേ. നമുക്ക് വീടില്ലാണ്ട് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ദിവസം പോലും കിടക്കാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര ഇല്ലാണ്ട് നമുക്ക് ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ പറ്റുമോ? രാത്രി കഴിച്ചു കൂട്ടാൻ പറ്റുമോ? ഒരു പബ്ലിക് പ്ലേസിലാ ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? മനുഷ്യർക്ക് സർവൈവ് ചെയ്യാനുള്ള പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഹൗസിംഗ്, തലയ്ക്ക് മുകളിൽ മേൽക്കൂര, അതായത് വീട് എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൊരു വീട്ടില് ചിലരെന്താണ് വാടകയ്ക്കൊക്കെ താമസിക്കാറുണ്ട് അല്ലെ, സ്വന്തമായിട്ട് വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനോ കഴിവില്ലാത്തവര്. അപ്പൊ അവരുടെ ജീവിതം അവരൊരു പുതിയ ഒരു വീട് വെക്കുന്നത് വരെ അവർക്കുള്ള ഒരു ആശങ്കയാണ് അല്ലെ, വാടക വീട്ടിൽ താമസിക്കുന്നത് അല്ലേ. ആണോ? സ്വന്തമായിട്ട് വീടില്ല എന്നുള്ളത് അല്ലെ ഏതൊരാളുടെ, അങ്ങനെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ വിഷമമറിയത്. അപ്പൊ എന്താണ്? എ റൂഫ് ഓവർ ദ ഹെഡ് ഈസ് വൺ ഓഫ് ദ വൈറ്റൽ റിക്വയർമെന്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ടു സർവൈവ്. ലാക്ക് ഓഫ് അഡിക്വേറ്റ് ഹൗസിംഗ് housing is a cause of great stress and worry for employees, which adversely affect their works. Right? എന്താണ്? ലാക്ക് ഓഫ് അഡിക്വേറ്റ് ഹൗസിംഗ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഹൗസിംഗ് ഇല്ല എന്നുള്ളത് അവരെന്താക്കുന്നുണ്ട്? അവർക്ക് കൂടുതലായിട്ട് അല്ലെ ഗ്രേറ്റ് സ്ട്രെസ് ആൻഡ് വറി അല്ലെ, അവര് കൂടുതൽ ആശങ്കയും സമ്മർദ്ദവും ഉണ്ടാകുന്നുണ്ട് അവർക്ക് ജോലി സ്ഥലത്ത്. അവര് ജോലി ചെയ്യുന്നതിനോടനുബന്ധിച്ച് അവർക്ക് വീടില്ല അല്ലെ, അല്ലെങ്കിൽ ഒരുപാട് ദൂരെ നിന്ന് അവർ വരേണ്ടതായി വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ്സും പറയും ടെൻഷനും വരില്ലേ. ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ആ ഒരു സമയത്ത് ഓഫീസിൽ എത്താൻ പറ്റും അല്ലെ, അത് ഏറ്റവും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. കറക്റ്റ് ആ ഒരു ടൈമിൽ അല്ലെ, ഓഫീസ് ടൈമിൽ നമുക്ക് എത്താൻ പറ്റുമോ അല്ലെ. അപ്പൊ എന്താണ്? അഡിക്വേറ്റ് ഹൗസിംഗ് ഇതിൽ ആവശ്യമായിട്ടുള്ള മതിയായ പാർപ്പിടത്തിന്റെ അഭാവം
എംപ്ലോയീസിന് എന്താണ് കൂടുതലായിട്ടുള്ള സമ്മർദ്ദവും പിന്നെ എന്താണ് അവർക്ക് ആശങ്കകളും ഉണ്ടാക്കാൻ ഇടയാകുന്നു. അപ്പൊ ഇതെന്തെയാണ് അഡ്വേഴ്സ്ലി എഫക്ട് ദെയർ വർക്ക് അല്ലെ. കൂടുതൽ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജോലിയെ ബാധിക്കുന്നുണ്ടോ? നമ്മുടെ വർക്കിനെ അത് എഫക്ട് ചെയ്യോ? നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല അല്ലെ. കോൺസെൻട്രേഷൻ കിട്ടില്ല അല്ലെ. അപ്പൊ നമ്മുടെ വർക്കിനെ ബാധിക്കുന്നു. Therefore, many organizations build quarters near the plant or office for their employees and charge a minimal rent. അല്ലെ. അപ്പൊ അതിന് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ചില ഓഫീസുകൾ അല്ലെങ്കിൽ മെനി ഓർഗനൈസേഷൻ ഒരുപാട് ഓർഗനൈസേഷനുകൾ അവരെ ഓഫീസിന് അടുത്തായി അല്ലെങ്കിൽ അവരുടെ പ്ലാന്റിന് അടുത്തായിട്ട് എന്ത് ക്വാർട്ടേഴ്സുകൾ അല്ലെ, ചെറിയ ചെറിയ ക്വാർട്ടേഴ്സുകൾ അല്ലെങ്കിൽ ചില ഹൗസിംഗ് കോളനി പോലെയൊക്കെ പണിതിട്ട് അവരെന്താണ് ചെറിയൊരു റെന്റിന് മിനിമം റെന്റിന് എംപ്ലോയീസിന് നൽകുന്നു അല്ലെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ എത്താനോ കമ്പനികളിൽ എത്താനൊക്കെ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരെന്താണ് സ്ട്രെസ് കുറയ്ക്കല്ലേ. കൂടാതെ എന്താണ് ചില കമ്പനികൾ എന്ത് കൊടുക്കുന്നുണ്ട്? സം ഓർഗനൈസേഷൻ പ്രൊവൈഡ് ആൻഡ് ഓർ അറേഞ്ച് for housing loans for employees at low interest cost അല്ലെ. എന്നാണ് ചില ഓർഗനൈസേഷനിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റിന് ചെറിയ പലിശ നിരക്കില് എംപ്ലോയീസിന് ഹൗസിംഗ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? മാസം മാസം അവരെ സാലറിന്നൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരും അല്ലെ. അങ്ങനെ ചില ഓർഗനൈസേഷനിൽ എന്താണ് ഒരു ചെറിയ പലിശ നിരക്കില് എംപ്ലോയീസിന് ഹൗസിംഗ് ലോണുകൾ നൽകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ക്യാൻറ്റീൻ അല്ലെ. ക്യാൻറ്റീൻ ഫെസിലിറ്റി നമുക്കറിയാം ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ എംപ്ലോയീസിന്. ദിസ് ഫെസിലിറ്റി ഈസ് ഓഫ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് അല്ലെ. നമ്മുടെ എംപ്ലോയീസിനും മാനേജ്മെന്റിനും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള താല്പര്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒരു കാര്യമാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്നത് അല്ലെ. അവൈലബിലിറ്റി ഓഫ് ഗുഡ് ആൻഡ് ഫ്രഷ് ഫുഡ് അറ്റ് വർക്ക് പ്ലസ് അറ്റ് അഫോർഡബിൾ rates is important for employees അല്ലെ. ഒരു മിതമായ നിരക്കിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് അവർക്ക് നല്ല ഗുഡ് അല്ലെങ്കിൽ ഫ്രഷ് ഫുഡ് ലഭിക്കുക എന്നുള്ളത് എംപ്ലോയീസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. പൊതുവെ ആളുകൾ പറയാറുണ്ട് വേറെ ഏതെങ്കിലും സെക്ഷനിലൊക്കെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജോലിക്ക് കയറി കഴിഞ്ഞാല് നല്ല ഫുഡ് ലഭിക്കില്ല എന്നല്ലേ. കേട്ടിട്ടുണ്ട് അതൊക്കെ? ഫുഡ് ലഭിക്കില്ല അല്ലെ. നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റില്ല അല്ലെ. അല്ലെങ്കിൽ എന്താണ് കിട്ടുന്ന ഫുഡുകൾ ക്വാളിറ്റി ഇല്ല അല്ലെ, ഗുണനിലവാരമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒന്നിനും കൊള്ളില്ലാത്ത ഫുഡ് ആയിരിക്കും അല്ലേ. അപ്പൊ എന്താണ് അവർക്ക് ആ ഒരു എംപ്ലോയീസിന് നല്ല ഗുഡ് നല്ല ഭക്ഷണം അത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കില് കിട്ടുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് Section 46 of Factory Act 1948 imposes a statutory obligation for employers to provide canteen in factories employing more than 250 workers. എന്ന് വെച്ചാല് നമ്മുടെ 250 ഫാക്ടറീസ് ആക്ട് നമ്മുടെ 1948 ഫാക്ടറീസ് ആക്ടിലെ സെക്ഷൻ 46 പറയുന്നത് 250 കൂടുതൽ എന്താണ് ജോലിക്കാർ അല്ലെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഫാക്ടറീസ് ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കണമെന്ന് നിർബന്ധമായി അല്ലെ എന്ത് കൊടുക്കണം? അവർക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഫാക്ടറീസ് ആക്ട് പ്രകാരം സെക്ഷൻ പറയുന്നത്. എന്ന് വെച്ചാല് എന്താണ് ഫാക്ടറീസ് 1948 ഫാക്ടറീസ് ആക്ടിലെ സെക്ഷൻ 46 പ്രകാരം 250 കൂടുതൽ ജോലി ചെയ്യുന്ന കമ്പനികളില് എന്ത് കൊടുക്കണം? ആ ഒരു വർക്കേഴ്സിന് ക്യാൻറ്റീൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ഇപ്പൊ 250 വേണം തന്നില്ല അല്ലെ. ചില കമ്പനികളില് കുറച്ച് എംപ്ലോയീസ് ഉള്ളെങ്കിലും അവർക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട് അല്ലെ, ഫുഡ് കൊടുക്കാറില്ലേ? ഇല്ലേ?
ആരെങ്കിലും വർക്ക് ചെയ്യുന്ന കമ്പനിയിലുണ്ടോ? ഫുഡ് കിട്ടാറുണ്ടോ? കാന്റീൻ ഫെസിലിറ്റി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, മോസ്റ്റ് ഓർഗനൈസേഷൻ ഈവൻ ദോസ് വിത്ത് ലെസ് ദാൻ 250 വർക്കേഴ്സ്, എന്താണ്, മിക്ക ഓർഗനൈസേഷനും അത് 250 വർക്കേഴ്സിൽ താഴെയാണെങ്കിലും വോളണ്ടറി പ്രൊവൈഡഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റി, അവർ സ്വമേധയാ ക്യാൻറ്റീൻ ഫെസിലിറ്റി നൽകുന്നുണ്ട്. മീൽസ് ആർ മെയ്ഡ് അവൈലബിൾ ടു എംപ്ലോയീസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ് ഇൻ ദീസ് ക്യാൻറ്റീൻ. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു സബ്സിഡൈസ്ഡ് റേറ്റ്സിൽ, ഒരു മിതമായ നിരക്കിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകുന്നു. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? ബോറടിക്കുന്നുണ്ടോ? ആക്ട് ഒക്കെ വന്നപ്പോ ബോറടിക്കുന്നുണ്ടോ? ആക്ടുകള് കുറെ പേര് ലെഫ്റ്റ് ചെയ്ത് പോയല്ലോ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലെ, ഇതെല്ലാം നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കാൻ നോക്കാം കേട്ടോ. എങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലെഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഇനി ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടോ എന്നൊന്ന് നോക്കിയേ. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാല് നിയമബാധ്യത എന്ന് പറയും കേട്ടോ. ഒരു സെക്ഷൻ 46 പ്രകാരം 250 വർക്കേഴ്സിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ നിയമബാധ്യതയാണ് അവർക്ക് എന്താണ് ക്യാൻറ്റീൻ ഫെസിലിറ്റി നൽകുക എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാല് നമുക്ക് ഈ ആക്ടുകളൊക്കെ ഇല്ലേ, അതിന്റെ ഇയേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നെ എംപ്ലോയി സെക്യൂരിറ്റിയില് ഏതൊക്കെ ബെനിഫിറ്റ്സുകളാണ് ലഭിക്കുന്നത്, അപ്പൊ ഓരോ അണ്ടറിൽ ലഭിക്കുന്നതില്ലേ, അതൊന്ന് പഠിക്കാട്ടോ. ഡിഫറൻസ് ചെയ്ത് പഠിക്കാട്ടോ. നമുക്കറിയാം പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, അപ്പൊ ഒരു 4 എണ്ണം പഠിക്കുന്നുണ്ട്. എംപ്ലോയി സെക്യൂരിറ്റിയിൽ ഒരു 2 എണ്ണം ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ വെൽഫെയർ ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റീസിലും പഠിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ഉണ്ട്. അപ്പൊ 11 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തിരിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നെടുത്തത് ഓക്കെ ആണോ എല്ലാവർക്കും? മിസ് എടുത്തത് ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റ് കൂടാതെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സ്മിത. നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മിസ് പറഞ്ഞു തരാം കേട്ടോ. ചാപ്റ്റർ എടുത്ത് തീർന്നിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം കേട്ടോ. ചാപ്റ്റർ ഒക്കെ എടുത്ത് കഴിയട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.